मर जाओ लेकिन बीफ नहीं खाऊंगी. പക്ഷേ ബീഫ് കഴിക്കുന്നില്ല. എന്നാൽ പിന്നെ പുതിയൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയാലോ. ഹായ് ഹലോ നമസ്കാരം, ഷെഫ് മനീഷാണ്. എന്തൊക്കെയുണ്ട്? മത്തങ്ങ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്ത് തക്കോലം, ഏലക്ക, ഗ്രാമ്പു, ഇഞ്ചി, നടുകീറിയ പച്ചമുളക്, കറിവേപ്പില, പിന്നെ നമ്മുടെ സ്വന്തം ബീഫ്, കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ തിരുമിയെടുക്കണം. ഒരു അരമണിക്കൂറിന് ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് 4-5 വിസിലടിപ്പിച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് നല്ലപോലെ വെന്ത് കുറുകി വന്നിട്ടുണ്ടാവും. ഇതിലോട്ട് ചേർക്കാനായി കുറച്ച് ചുവന്നുള്ളിയും കാന്താരിയും കൂടെ ചതച്ചെടുക്കണം. ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിച്ച് വെളുത്തുള്ളി, ചതച്ച ചുവന്നുള്ളിയും കാന്താരിയും ചേർത്ത് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ കുറുകിയ ബീഫിലോട്ട് ചേർത്ത് ഇളക്കി കൊടുത്താൽ നമ്മുടെ മത്തങ്ങ ബീഫ് കുറുമ റെഡിയായി. അപ്പോൾ ഇനി ആർക്കും നിർബന്ധിച്ച് ബീഫ് കൊടുക്കണ്ട. ഈ റെസിപ്പി ട്രൈ ചെയ്താൽ മതി. കഴിക്കാത്ത ആരും ബീഫ് കഴിക്കും. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ. ബൈ ഫ്രം ഷെഫ് മനീഷ്.